ഹായ് സുചിത്ര. ഹായ് രചന. എന്തായി നമ്മുടെ വർക്ക് സ്പേസ്? ഞാൻ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഞാൻ വേറൊന്നും ഞാൻ കമാൻഡ്സ് ട്രൈ ചെയ്തു. അപ്പൊ എനിക്ക് ഏതൊക്കെയോ കമാൻഡ്സ് എറർ വരികയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ. വെയിറ്റ് ചെയ്യാന്ന് സ്ക്രീൻ വിചാരിച്ചു. ഷെയർ ചെയ്യടാ. ഇല്ല 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 ചെയ്തിട്ടില്ല. അതിലാണ് എനിക്ക് എറർ വന്നത്. ആദ്യത്തെ അതാ ചെക്ക്. ഇങ്ങനെയാണോ വരിക? ഇൻസ്റ്റോൾ ആണ്. npx ആണോ? അല്ല, ആദ്യം npm ഇൻസ്റ്റാൾ ആണ്. npx playwright installed. Okay. ഇതാ. Okay.
ഇതില് ആദ്യം ടെസ്റ്റിന്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ഫോൾഡർ ഇല്ലേ, പഴയ ഫോൾഡറിൽ ടെസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്ട് ഫോൾഡറിൽ വെച്ചിട്ട് ടെസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. അങ്ങനെ തന്നെ ഇപ്പുറത്തോടൊന്ന് പേസ്റ്റ് ചെയ്യാൻ നോക്കിക്കേ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെസ്റ്റ് കോപ്പി ഇതേപോലെ. ഇനി അതിൽ അങ്ങനെ നിൽക്കട്ടെ ഇപ്പോൾ. എന്നിട്ട് അതിൽ ലോഗിൻ ഡോട്ട് സ്പെഡ്.js, പർച്ചേസ് സ്പെഡ്.js, സൈനപ്പ് സ്പെഡ്.js, ആ 3 ഫയൽസിനെയും കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഈ 3നെയും കൂടെ പിടിച്ചിട്ട് ആ ടെസ്റ്റിലേക്ക് അങ്ങ് ഡ്രാഗ് ചെയ്തിട്ടെ. ആ ടെസ്റ്റ് കോപ്പി അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. ഇതേപോലെ നമ്മുടെ എല്ലാ ഫോൾഡേഴ്സിനെയും ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തോ. കണ്ടിന്യൂ. ഡിലീറ്റ് ആവട്ടെ. ഡിലീറ്റ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അടുത്ത എന്ത് ചെയ്യുക, നമ്മളുടെ ഇവിടെ ആദ്യം മറ്റേ ഫോൾഡർ യൂട്ടിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ? ആ ഫോൾഡർ ആസ് ഇറ്റ് ഈസ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ വീണ്ടും ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണ്ട. മനസ്സിലായോ? ഓക്കെ, ഞാൻ എന്നാല് ഇത് നമുക്ക് ചെയ്യാം. മെയിൻ വൈ ഇതിന്റെ കൂടെ പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടോപ്പിക് നമുക്ക് എടുക്കാം. ഓക്കെ, അല്യൂർ റിപ്പോർട്ട് ജനറേഷൻ. എന്താ പെർമിഷൻ ചെയ്യുന്നുണ്ടോ? Allure report generation. Delete permanently. ബാക്കി ചെയ്യാമേ. അപ്പൊ നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ അല്യൂർ റിപ്പോർട്ട് ജനറേഷൻ ആണേ. അപ്പോൾ അല്യൂർ റിപ്പോർട്ട് ജനറേഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് പ്ലേറൈറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആവുണ്ടായിരുന്ന ഏത് ഫോർമാറ്റിലുള്ള ഇതായിരുന്നു, റിപ്പോർട്ടായിരുന്നു? HTML. അത് ജസ്റ്റ് റോ ആയിട്ട് നമുക്ക് വെറുതെ ഒന്ന് എന്താ പറയുക, ഏതൊക്കെ പാസ്സായി ഏതൊക്കെ ഫെയിലായി, അതുപോലെ തന്നെ ഏതൊക്കെ റീട്രേഡ് ആയി എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഡിസ്പ്ലേ ആവുന്ന ഫോർമാറ്റിലായിരുന്നു അല്ലേ? ഇതേ റിപ്പോർട്ടിനെ തന്നെ കുറച്ചും കൂടെ പ്രസന്റബിൾ ഫോർമാറ്റിലാക്കി കൊടുക്കുക എന്ന് വിചാരിക്കുക. കുറച്ചുകൂടെ പ്രസന്റബിൾ ഫോർമാറ്റിലാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിപ്പോർട്ടാണ് അല്യൂർ റിപ്പോർട്ട്സ്. ഓക്കെ, ഈ അല്യൂർ റിപ്പോർട്ട്സിന് നമുക്ക് ആക്ച്വലി ജാവയുടെ സപ്പോർട്ട് ആവശ്യമായിരുന്നു. ജാവ JDK എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തില്ലായിരുന്നോ? അത് ആവശ്യമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ അല്യൂർ റിപ്പോർട്ട് മാത്രം ലാസ്റ്റിലേക്ക് വെച്ചത്. മനസ്സിലായോ? ഇത് സെയിം റിപ്പോർട്ട് പോലത്തെ തന്നെയാണോ നമ്മൾ റൺ ചെയ്തിട്ട് ആ എറർ കാണിക്കാൻ, ഫെയിലിയർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെയിം റിപ്പോർട്ടാണ്? എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ അല്യൂർ റിപ്പോർട്ട്സിന് നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ഓക്കെ,
LU റിപ്പോർട്ട്സിന് ഫോളോ ചെയ്യേണ്ട കുറച്ച് കമാൻഡ്സ് ഉണ്ട് നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ സോ അതിലെ ആദ്യത്തെ കമാൻഡ് ആണ്, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാക്കേജസ് നോക്കിയല്ലേ, ഒന്ന് എടുത്തേ പാക്കേജസ്. പാക്കേജസിൽ ഞാൻ ജസ്റ്റ് ആ സ്ക്രിപ്റ്റ്സ് ഞാൻ ആഡ് ചെയ്തതാ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം, LU റിപ്പോർട്ട്സിനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ്, കമാൻഡ് ടൈപ്പ് ചെയ്തോളൂ, npm. എവിടെയാ, ടെർമിനലാണോ? ടെർമിനൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ, npm install. സുചിത്ര ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയോ? ഇതിലേക്ക് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്തായിരുന്നോ പുതിയ ഫോൾഡറിലേക്ക്? ഞാൻ ജസ്റ്റ് ഈ പ്ലേറൈറ്റ് കോൺഫിഗ് JS ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. നമുക്ക് ഓക്കെ അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് ഞാൻ ജസ്റ്റ് കമാൻഡ് പറഞ്ഞുതരാം കേട്ടോ. ചാറ്റിലിടുന്നുണ്ട്, npm install -g ഞാൻ ചാറ്റിലിട്ടുണ്ട് സുചിത്ര കമന്റ്. ഞാൻ എല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കണോ? എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് റിപ്പോർട്ട് ജനറേഷന്റെ സമയം തന്നെ എക്സിക്യൂഷൻ ചെയ്തേക്കാം. Added one package in 3 seconds. ഒരു പാക്കേജ് ക്രിയേറ്റ് ആയി, ഫൈൻ, അത്രേ ക്രിയേറ്റ് ആവത്തുള്ളൂ. ഇനി ആദ്യം കൊടുക്കേണ്ട കമാൻഡ് npx playwright test. ടെസ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാം ഒന്ന് എക്സിക്യൂട്ട് ആയി വരട്ടെ കേട്ടോ. ഓക്കെ, ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണോ? അതെ, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എക്സിക്യൂഷൻ ചെയ്യണം. ഓക്കെ, പക്ഷേ ഉണ്ടല്ലോ നിരഞ്ജന, എൻ്റെ ഈ ഫെയിലിയർ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ 2 എണ്ണം ഫെയിൽ ആവും, അടുത്ത പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ 1 എണ്ണം ഫെയിൽ ആവും, അടുത്ത പ്രാവശ്യം അത് 2 അല്ലാതെ വേറൊരെണ്ണം ഫെയിൽ ആവും. എനിക്കത് കാരണം മറ്റേ എന്താ ജെൻകിൻസിനകത്തും എന്നെ 2 ഫെയിലായി. പിന്നെ ഇപ്പോഴും മിക്കവാറും ഈ റിപ്പോർട്ട് ഫെയിൽ ആയിരിക്കുമല്ലോ. കുഴപ്പമില്ല, ലൈക്ക് നമുക്ക് ജസ്റ്റ് റിപ്പോർട്ട് ഷോക്കേസ് ചെയ്താൽ മതി. ഞാൻ നിയമയുടെ കാര്യം തന്നെ ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ്. ഇത് രണ്ടും അല്ലായിരിക്കും അടുത്ത പ്രാവശ്യം റൺ ചെയ്യുമ്പോ വേറെ രണ്ടെണ്ണം ആയിരിക്കും അല്ലേ. അതെനിക്ക് തോന്നുന്നു മിക്കവാറും ഇഷ്യൂസ് വരുന്നത് ഈ പോപ്പപ്പ് പോലത്തെ കാര്യങ്ങൾ വരുമ്പോഴല്ലേ. അതെ, എല്ലാം ഈ ടൈം ഔട്ടിന്റെ പ്രശ്നമാണ്. എല്ലാം അത് സിസ്റ്റത്തിന്റെ സ്ലോനെസ് ആണ്. സിസ്റ്റത്തിൽ എന്തോ ഒരു പണിയുണ്ട്, അതുകൊണ്ടാണ് അത് സ്ലോനെസ്. അത് അതിന്റെ സ്ലോനെസ് ആകുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ലോഡ് ആവുന്നില്ല പ്രോപ്പർ ആയിട്ട്. മനസ്സിലായല്ലേ? ലോഡ് ആയാലല്ലേ അവിടെ നമ്മുടെ ഇത് ചെയ്യാൻ കഴിയുള്ളൂ നേരെ. അതുകൊണ്ടാണ്
അത് ഞാൻ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ കേട്ടോ. അത് ഡെമോ എടുക്കുന്ന ആരാണെങ്കിലും ശരി, അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവേ. ഓക്കെ, താങ്ക് യു. സിസ്റ്റത്തിന്റെ ഇഷ്യൂ ആണ്, അല്ലാണ്ട് ടെസ്റ്റ് കേസിന്റെ ഇഷ്യൂ എല്ലാം ഞാൻ ആദ്യം ഇൻഫോം ചെയ്യുന്നു. എല്ലാം ഫെയിൽ ആവുന്നുണ്ട്. നോക്കട്ടെ, പർച്ചേസും ലോഗിനൊക്കെ അറഞ്ചും പൊതിഞ്ഞ് ഫെയിലാണല്ലോ പഠിച്ചോനെ. എടുത്ത് ലോഗിൻ സ്പെക്ജേസ് എടുത്ത് എറർ കാണിച്ച് അവിടെ റിപ്പോർട്ടിൽ കാണിച്ചാൽ മതി. തന്നെ ആദ്യം ലോഗിൻ എടുക്കുക. ഫസ്റ്റ് അതൊന്നും തുടങ്ങാം. ലോഗിൻ എടുക്കുക. ഇതാണ് ലോഗിൻ ലോഗിൻ സ്പെക്ജേസിൽ ഫെയിൽഡ് ടെസ്റ്റ് കേസ് മാത്രം എടുക്കുക. ഒരു മിനിറ്റ്. 2 റിപ്പോർട്ട് വന്നേക്കുന്ന ഇഷ്യൂ. അത് രണ്ടാമത്തെ റൗണ്ട് ജനറേറ്റ് ചെയ്തായിരിക്കും. രണ്ടിലും സെയിം റിസൾട്ട്സ് അല്ലേ വരുന്നത്. ഏത് ഓപ്പൺ ചെയ്താലും വിഷയമില്ല. വെയിറ്റ് നോക്കാം. ഒന്ന് ഒരു കാര്യം ചെയ്തേ, ലോഗിൻ സ്പെക്ജേസ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. എന്നിട്ട് ഇതിന് ടെസ്റ്റ് ഡോട്ട് ഓൺലി കൊടുത്തിട്ടെ ലോഗിൻ സ്പെക്ജേസ് മാത്രം ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. ഇവിടെ ടെസ്റ്റ് ഡോട്ട് ഓൺലി കൊടുക്കും. നമ്പർ ഇതിൽ 11 2 ഉണ്ട്. അതില് ഏതാ ഫെയിൽ ആയി? ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ് അല്ലേ, അത് മാത്രം എക്സിക്യൂട്ട് ചെയ്തേ. നമ്പർ 11 വാലിഡ് ക്രെഡൻഷ്യൽസ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാം. എനിക്ക് സാധാരണ CD ടെസ്റ്റിൽ പോവാറുണ്ട്. ഇതിലിപ്പോ ടെസ്റ്റിൽ പോയാലെങ്കിലും സെയിം റിസൾട്ട് ആണ് വരേണ്ടത്. അതായത് നമ്മുടെ പേരന്റ് കോൺഫിഗ് ജേസ് ഓൾറെഡി കോൺഫിഗേർഡ് ആയി വെച്ച് കോൺഫിഗർ ചെയ്തിട്ടുള്ള റൂട്ട് ഫോൾഡർ ആണ് ടെസ്റ്റ്. നമ്മൾ നാവിഗേറ്റ് ചെയ്തില്ലെങ്കിൽ അതിലേക്ക് പോകും. എനിക്ക് ഈ 5 ടെസ്റ്റ് കേസസ് ഫെയിലാണ്. ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ലാപ്ടോപ്പ് നോക്കട്ടെ. ലോഗിൽ എന്താ എറർ എന്ന് നോക്കിയേ. എക്സ്പെക്ട് ടു ഹാവ് ടെസ്റ്റ് ഫെയിൽഡ്. എക്സ്പെക്ട് ടെസ്റ്റ് ഫെയിൽഡ്. ഓക്കെ, അതായത് അസേർഷന്റെ അവിടെ എത്തിയിട്ടാണ് ഫെയിൽ ആവുന്നത്. ഇതേ അസേർഷൻസ് മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നേ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ എല്ലാ ടെസ്റ്റ് കേസും ഞാൻ റൺ ചെയ്തപ്പോ പാസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ബട്ടൺ ക്ലിക്ക് ആവുന്നില്ല. അത് ഈ സിസ്റ്റം സ്ലോ ആവണാണോന്നേ? കാരണം എന്റേതും ഇപ്പൊ 8 ഫെയിലായി. സാധാരണ 2 ആയിരുന്നു. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ലോഡ് കൂടുമ്പോ ഇതിന്റെ എക്സിക്യൂഷൻ സ്ലോ ആവുന്നയാ. അയ്യോ, എന്തൊരു കഷ്ട. അല്ല, ഇത് നമ്മൾ നോർമലി സ്റ്റിൽ കാണുന്ന ഇഷ്യൂസ് ആണ്. നമ്മൾ സ്ഥിരം അല്ല, ഇതൊക്കെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരുന്ന ടെസ്റ്റ് കേസ് ആയിരുന്നേ. മറ്റേ എക്സിക്യൂട്ട് ചെയ്തേ, മറ്റേ പഴയ ഫോൾഡറിൽ എക്സിക്യൂട്ട് ചെയ്തെന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത മിസ്റ്റേക്ക് ആണോന്ന് അറിയാനാ. മറ്റേതിൽ എക്സിക്യൂട്ട് ചെയ്യും, പഴയ ഫോൾഡറില്. ഇതാ പഴയ ഫോൾഡർ. ഡെമോ പ്രൊജക്റ്റ് ആണോ പഴയ ഫോൾഡർ? ഡെമോ പ്രോജക്റ്റ് ആണ്. ഓക്കെ, അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പഴെനിക്ക് ഞാൻ ഓൺലി കൊടുത്തില്ല. കുഴപ്പമില്ല, 4 എക്സിക്യൂട്ട് ആയിക്കോട്ടെ. നമുക്ക് വാലിഡ് മാത്രം വെരിഫൈ ചെയ്യാം, ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ആവട്ടെ. അയ്യോ, ലോഗൗട്ട് ബട്ടൺ
എവിടെയാ ഇപ്പൊ കാണിക്കുന്നത്? അടുത്ത ക്ലിക്ക് ചെയ്തേ. അവിടെ തന്നെയാ മറ്റേടത്തും കാണിക്കുന്നത്. ലോഗൗട്ട് ബട്ടൺ ലോഗൗട്ട് ബട്ടൺ. ദിസ് ഡോട്ട് ലോഗൗട്ട് ബട്ടൺ. ലോഗൗട്ട് ബട്ടൺ എവിടെ എഴുതിയിരിക്കുന്നേ? ലോഗിൻ ഫയൽ എടുത്തേ. പുതിയതിലല്ലേ വരണ്ടേ? പുതിയല്ലോ. ലോഗൗട്ട് ബട്ടൺ എഴുതിയിരിക്കുന്നത് നമ്മുടെ ലോഗിൻ ഡോട്ട് ജെഎസിലല്ലേ? ഹാഷ്ടാഗ് ലോഗൗട്ട് ടു. മുകളിലേക്ക് എന്താ കാണിക്കുന്നത് നോക്കട്ടെ. എല്ലായിടത്തും ഒരു ഈ അവൈറ്റ് ലോഗൗട്ട് വിളിക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു പേജ് ഡോട്ട് പോസ് കൊടുത്തേ. അവൈറ്റ് പേജ് ഡോട്ട് പോസ് കൊടുത്തേ. ദിസ് ഡോട്ട് പേജ് ഡോട്ട് പോസ്. ഒരു വട്ടം കൂടെ ക്ലിയർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ബിക്കോസ് ആ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ആവുന്നില്ല. ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ആയാലല്ലേ ലോഗൗട്ടും കാര്യങ്ങളും കാണാൻ പറ്റുള്ളൂ. ലോഗിൻ ബട്ടൺ. പക്ഷെ ഇവിടെ സ്ക്രീന് വെൽക്കം മെസ്സേജ് കാണിക്കുന്നില്ല. അപ്പൊ അതായിരുന്നു എക്സ്പെക്റ്റഡ് എറർ. ഓക്കെ, വെൽക്കം മെസ്സേജ് അത് അഗൈൻ നമുക്ക് ഇടയ്ക്ക് വെച്ച് ലോഡായി വരുന്ന കണ്ടന്റ് അല്ലേ? അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തേ. വെയിറ്റ് 1 സെക്കൻഡ്. കാര്യം എന്താണെന്നറിയോ? അതിൽ താഴേക്ക് വന്നേ, പ്ലേ റൈറ്റ് ഇൻസ്പെക്ടറിൽ കുറച്ച് താഴേക്ക് വന്നേ, ആ ലൊക്കേറ്റർ എടുക്കും. അതിൻ്റെ അകത്ത് അതിൽ ലൊക്കേറ്റർ ലോഗിൽ കുറച്ച് താഴേക്ക് വന്ന് ലോഗിൻ്റെ സെക്ഷൻ്റെ താഴെ ലോഗ് ARIA ലൊക്കേറ്റർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ? അതിന് കുറച്ച് താഴേക്ക് വന്നേ. ലൊക്കേറ്ററിലാണോ വരണ്ടേ? ലോഗിലോ? ലോഗൗട്ട് ടു എലമെന്റ് ഈസ് നോട്ട് വിസിബിൾ. അത് നോക്കൂ, അവിടെ ക്ലിക്ക് ആക്ഷന് പലതവണ ട്രൈ ചെയ്യുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ എലമെന്റ് ടു ബി വിസിബിൾ. ഏത് എലമെന്റ് ആണ്? ലോഗിൻ ബട്ടൺ. ലോഗൗട്ട് അല്ലേ? ലോഗിൻ ബട്ടൺ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതുകൊണ്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണോ? ഇതിൽ പറഞ്ഞേക്കുന്ന വെയിറ്റിംഗ് ഫോർ ലൊക്കേറ്റർ ലോഗൗട്ട് ടു അല്ലേ? അതായത് ആ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ആവുന്നില്ല. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ആയാലേ നമ്മുടെ ലോഗൗട്ട് വരുള്ളൂ. നോക്കൂ, അതിന്റെ താഴെ നോക്കിയ എലമെന്റ് ഈസ് നോട്ട് വിസിബിൾ. വെയിറ്റിംഗ് ഫോർ ദ എലമെന്റ് ടു ബി വിസിബിൾ, enabled and stable, retrying click action. കണ്ടോ? retrying click action. അപ്പൊ ഇത് ശരിയാക്കാൻ ഒരു വഴിയില്ല? ആ ലൊക്കേറ്റർ മാറിയതായിരിക്കും. ബിക്കോസ് പഴയ കോഡിലും അതേ എറർ അടിക്കുന്നു ഇപ്പൊ. ആ ലൊക്കേറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് ലൊക്കേറ്റർ മാറിയോന്ന്. ആ ലോഗിന്റെ നിങ്ങൾ കൊടുത്ത ലൊക്കേറ്ററും ഇതും വെച്ചൊന്ന് കമ്പയർ ചെയ്തേ. ലോഗിൻ ബട്ടൺ ആണ് വർക്ക് ചെയ്യാത്തത്. ലോഗിൻ ചെയ്യണമല്ലോ. ഈ ബട്ടൺ എടുത്താൽ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്തെടുത്താൽ മതി.
ഓക്കെ, ഞാൻ എന്താ കൊടുത്തേ? ലോഗിൻ എന്നാണ് കൊടുക്കുന്നത്, നോക്കട്ടെ. Login icon, page.locator #login to. #login to എന്ന് പറയുന്ന ആദ്യത്തെ ലോഗിൻ എന്ന് പറയുന്ന ക്ലിക്ക്. ഓക്കെ, ഇതാണ് ലൊക്കേറ്റർ കൊടുത്തേക്കുന്നത്. ലോഗിൻ ബട്ടൺ ഡോട്ട് ലെങ്ത് ഓഫ് 2. അത് എത്രാമത്തെ ഇൻസ്റ്റൻസ് ആണ്? നമുക്ക് കൺട്രോൾ F അടിച്ച് രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ഇപ്പം സൈനപ്പ് ആയി. 012 അല്ലേ? nth of 2 എന്നാ കൊടുത്തത്. 3 ആണ്, തേർഡ് ഇൻസ്റ്റൻസ് ആണ്. അത് കറക്റ്റ് ആണ്. ക്ലാസ് ഈക്വൽസ് വാല്യൂവും കറക്റ്റ് ആണ്, അവിടെ ഇഷ്യൂ കാണുന്നില്ല. താഴേക്ക് വാ, ലോഗിൻ ബട്ടൺ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിപ്പം നമ്മളിപ്പോ മറ്റേ പ്ലേ റൈറ്റിലെ മറ്റേ ഇതിൻ്റെ അകത്ത് 3 പാസ്സായി. അതായത് എൻ്റെ പഴയ ലോഗിൻ്റെ അകത്തുള്ള ഇൻവാലിഡ് ടെസ്റ്റ് കേസസ് പാസ്സായി. അവിടെയും ഞാൻ ഈ ലോഗിൻ ബട്ടൺ തന്നെയാണല്ലോ ക്ലിക്ക് ചെയ്യുന്നത്. അതെ അതെ, കോഡിൽ വ്യത്യാസം വന്നിട്ടില്ലല്ലോ. നോക്കട്ടെ, സൈറ്റിന്റെ ഇഷ്യൂ ആണോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ സൈറ്റിന്റെ ഇഷ്യൂ ആവാം. നമുക്കൊന്നുകൂടെ എല്ലാവർക്കും ഉണ്ടോ അത്? എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ശ്രുതിക്കും ഏതൊക്കെയോ കുറെ ഫെയിൽ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതുകൊണ്ട് ബാക്കിയുള്ള ടെസ്റ്റ് കേസസ് ഫെയിലായി. ആകെ 8 പാസ്സായിട്ടുണ്ട്. 8 പാസ്സായിട്ടുണ്ട്. അപ്പൊ അതൊരു ഫ്ലേക്കി ആയിട്ടാണ് നിൽക്കുന്നത് ആ ടെസ്റ്റ് കേസുകൾ. അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്, ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സൈറ്റിന് എന്ന്, എന്നിട്ട് അതിന്റെ അക്കോർഡിംഗ് നമുക്ക് മൺഡേ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ഓക്കെ. സോ ഫോർ നൗ നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് എന്തായാലും മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. സോ അടുത്ത കമാൻഡ് കൊടുത്തേ, npx allure space allure generate 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 allure -results space -clean clean. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റർ അടിച്ചോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അല്യൂർ റിപ്പോർട്ട് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. Allure results does not exist. Report successfully generated to Allure report. Allure report, fine. അടുത്ത കമാൻഡ് കൊടുത്തോളൂ, npx allure serve allure -results.
ഓക്കെ, ഇപ്പൊ കറന്റ്ലി ഇതിലേക്കൊന്നും വന്നിട്ടില്ല. ഓക്കെ, അതിൽ സ്യൂട്ട്സ് എടുത്തേ. ഓക്കെ, അത് ലെറ്റ് ഇറ്റ് ബി. ഒരു വട്ടം കൂടെ സിസ്റ്റത്തിലേക്ക് വരിക. കൺട്രോൾ സി പ്രസ് ചെയ്തോ. ഒരു വട്ടം കൂടെ NPX പ്ലെയർ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തേ. ലോഗിൻ മാത്രം മതിയോ അതോ ഫുള്ളും? ടെസ്റ്റ് എൻ്റെ ടെസ്റ്റ് റൺ ചെയ്തു. ഓ, ഞാൻ ലോഗിനിൽ ഉള്ളി കൊടുത്തിട്ടുണ്ട്. ഓൺലി കൊടുത്താൽ ഫെയിലിയർ വരും. ബിക്കോസ് ജെൻകിൻസിൽ ഓൺലി ഇസ് നോട്ട് അലൗഡ്. ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യട്ടെ. ഓക്കെ, ലോഗ് ഔട്ട് ബട്ടൺ അവിടെ തന്നെയാണ്. സിസ്റ്റത്തിന്റെ സ്ലോനെസ് തന്നെയാണ് എൻ്റെ ഇഷ്യൂ. കാരണം ഇത്ര നാളുണ്ടായിരുന്നല്ലോ, പക്ഷെ രണ്ടിടത്തും ഫെയിൽ ആവുന്നുണ്ടല്ലോ അതേ സ്ഥലത്ത്. അപ്പൊ എന്താ ചെയ്യാ ഇതിന്? അന്ന് നീമയ്ക്ക് എന്തൊക്കെയോ ചെയ്തില്ലായിരുന്നോ നമ്മള്? നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ദിസ് ഡോട്ട് പേജ് ഡോട്ട് പോസ് കൊടുത്ത് വർക്ക് ചെയ്യുന്നില്ല. Page dot pose this dot log button. ഓക്കെ, ഓക്കെ, ഇനി ഒരു വട്ടം കൂടെ ഞാൻ പറയുന്ന കമാൻഡ് ഒന്ന് ടൈപ്പ് ചെയ്തേ. NPX allure generate. ആ കമാൻഡ് ഒന്ന് കൊടുത്തേ. അപ്പാരോ പ്രസ് ചെയ്തിട്ട് എടുത്തോളൂ. NPX allure generate allure hyphen results. ഓക്കെ, അടുത്ത കമാൻഡ് NPX allure open allure hyphen report. എന്താ ടെസ്റ്റ് കേസ് ഇവിടേക്ക് റിഫ്ലക്റ്റ് ആവാത്തേ? ഈ റിപ്പോർട്ട് എവിടെന്നാ ഓപ്പൺ ആക്കിയത്? ഈ ഓപ്പൺ ആക്കി വെച്ച് ലാസ്റ്റ് കൊടുത്ത കമാൻഡ് ഇല്ലേ, ആ കമാൻഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയി വരും ക്രോമില്. എനിക്കങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നില്ലല്ലോ. ഷെയർ ചെയ്ത് നീമ. അയ്യോ, ഒരു മിനിറ്റ്, ഞാൻ റൺ ചെയ്തോണ്ടിരിക്കുക. ഞാൻ അത് കഴിയുമ്പോൾ ഷെയർ ചെയ്യാം. അയ്യോ, എനിക്ക് സങ്കടമായി. എന്റെ എപ്പോഴും അങ്ങനെയാ. എന്റെ എല്ലാം എപ്പോഴും ഒരു സമയത്ത് രണ്ടെണ്ണം ഫെയിൽ ആവും, അടുത്ത സമയത്ത് അടുത്ത രണ്ടെണ്ണം ഫെയിൽ ആവും. കുട്ടികളല്ലേ ടെസ്റ്റ് കേസുകളൊക്കെ? നല്ല അനുസരണയുള്ള കുട്ടികളാണല്ലേ ടെസ്റ്റ് കേസുകള്. ഈ ക്ലാസ്സിൽ അപ്പൊ എല്ലാവരുടെയും ഫെയിൽ ആയല്ലേ? അതെ, കൂട്ടുണ്ട്, പേടിക്കണ്ട അത്. ഓക്കെ, ഒരു കാര്യം
കാര്യം ചെയ്യാം, നമ്മളുടെ പ്ലേറൈറ്റ് കോൺഫിഗ് ജെഎസിലേക്ക് വരാം. അതില് ഇത് കൺട്രോൾ സി കൊടുക്കട്ടെ. 1 സെക്കൻഡ് ഇപ്പൊ വരാമേ. ഓക്കെ, പ്ലേറൈറ്റ് കോൺഫിഗ് ജെഎസില് ഇത് കൺട്രോൾ സി കൊടുക്കട്ടെ. അത് കൺട്രോൾ സി കൊടുത്തു. അതിൽ റിപ്പോർട്ടർ ഓപ്ഷൻ എടുക്കൂ. റിപ്പോർട്ടർ അവിടെ HTML അല്ലേ ഉള്ളൂ. അവിടെ പ്ലേറൈറ്റ് കോൺഫിഗ് ജെഎസിൽ നമ്മൾക്ക് അല്യൂർ റിപ്പോർട്ടിനെയും കൂടെ കോൺഫിഗർ ചെയ്യണം. ഇങ്ങനെയാണോ? അല്യൂർ -പ്ലേറൈറ്റ് അങ്ങനെയല്ല, പറഞ്ഞുതരാം. ടൈപ്പ് ചെയ്തോളൂ. HTML തൊട്ട് മുൻപ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തേ. HTML സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തല്ലേ? സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത്. എന്നിട്ട് കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അല്യൂർ ഹൈഫൻ ഞാൻ അയച്ചു തരാമേ, ഒന്ന് ഹോൾഡ് ചെയ്യൂ. നിങ്ങൾക്ക് ആ റിപ്പോർട്ടറിൻ്റെ അങ്ങനെ തന്നെ അയച്ചു തരാം. അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ കറൻ്റ്ലി ഉള്ള റിപ്പോർട്ടറിൻ്റെ ഡാറ്റ എടുത്ത് മാറ്റിയിട്ട് ഇത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റെപ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. അതായത് npx playwright തൊട്ടേ അല്ലേ കുഴപ്പമില്ല, ജനറേറ്റ് ചെയ്തോ കുഴപ്പമില്ല. നെക്സ്റ്റ് ഓപ്പൺ അല്ലോ റിപ്പോർട്ട്. ഇനി ഓപ്പൺ ചെയ്താൽ മതിയോ? ജനറേറ്റ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യും. അല്ല, ടെസ്റ്റ് ഒന്നും കൂടി റൺ ചെയ്യണം. സേവ് ചെയ്തായിരുന്നോ ഫയൽ പ്ലേറൈറ്റ് കോൺഫിഗ് ജെഎസ്? സേവ് ചെയ്തായിരുന്നു. ഓക്കെ, ഇനി ഒരു വട്ടം കൂടെ പ്ലേറൈറ്റ് npx playwright ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തേ. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ? അല്ല, ആദ്യം ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ജനറേറ്റ് ചെയ്യും. എവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നേ? npx playwright ടെസ്റ്റ് സ്പേസ് ഹൈഫൻ ഹെഡർ. npx playwright ടെസ്റ്റ് മാത്രം എക്സിക്യൂട്ട്. കൺട്രോൾ സി കൊടുത്തില്ല. കൺട്രോൾ സി കൊടുക്കാതെ കൊടുത്താൽ വർക്ക് ചെയ്യത്തില്ല. ഇനി എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ചെയ്തേ. ഈ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യോ? ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തേ. മറ്റേത് ക്ലോസ് ചെയ്താക്കട്ടെ. രണ്ടും ക്ലോസ് ചെയ്യും.
എനിക്കും ആ മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് വന്നേ. അപ്പൊ അത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതിയോ ഒന്നുകൂടെ? ഓപ്പൺ ചെയ്യുന്നൂടെ, ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യും. നിക്കേ Not find Allure playwright. cannot find module allure hyphen playwright. ഇവിടെ ഈ ഫോൾഡറിലല്ലായിരുന്നു നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന allure playwright ഉണ്ട്. അതെ അതെ അതെ, ഈ ഫോൾഡറിലായിരുന്നു. ഓക്കെ, ഇൻസ്റ്റലേഷൻ അതിൽ ഇഷ്യൂ ആണോ നോക്കട്ടെ. അല്ല, അപ്പൊ നീമയ്ക്കും വന്നില്ലേ അത്? ആ എനിക്കും വന്നു ഈ സെയിം സംഭവം. allure hyphen playwright നോക്കട്ടെ. മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് playwright കോൺഫിഗറേഷനിൽ ഞാൻ പറയുന്ന ഇത് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് npm install space hyphen capital D space allure hyphen playwright. സിക്സ് പാക്കേജസ് ആണ്. ഓക്കെ, അടുത്ത കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട npm install hyphen d install hyphen d hyphen capital D ആണ് allure hyphen command line. എൻ്റർ അടിക്കുക. ഓക്കെ, അടുത്ത കമാൻഡ് കൊടുത്ത് npm list allure hyphen playwright. ഓക്കെ, നമ്മുടെ ഡെമോ പ്രൊജക്റ്റിന്റെ ഫോൾഡർ എൻ്റെ അകത്ത് allure playwright വേർഷൻ കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഫൈൻ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ playwright കോൺഫിഗറേഷനിലേക്ക് പോയിക്കേ. HTML റിപ്പോർട്ടർ കഴിഞ്ഞിട്ട് ഒരു കോമ എക്സ്ട്രാ ഉണ്ടോ? എവിടെ? ഇവിടെയോ? അതെല്ലായിടത്തും ഉണ്ടല്ലോ. ഇല്ല ഇല്ല, കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ്. അല്ല, ബ്രാക്കറ്റിന്റെ പുറത്ത് ഒരു കോമ ഉണ്ടോ? ഇതോ? ആ, ബ്രാക്കറ്റിന്റെ പുറത്ത് കോമ ഉണ്ട്. ബ്രാക്കറ്റിന്റെ പുറത്ത് കോമ ഉണ്ട്, അത് കറക്റ്റ് ആണ്. അത് റിമൂവ് ഓക്കെ ഓക്കെ. റിമൂവ് വേണ്ട സ്റ്റിച്ച് നിൽക്കട്ടെ. ഇനി ഒന്ന് npm playwright ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തേ. അതെന്താ പറ്റി വെച്ചാല് allure റിപ്പോർട്ട്സിന്റെ പ്ലഗിൻ ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്ത് കറക്റ്റഡ് ആയി പോയതാണ്. എനിക്കിപ്പോ വർക്ക് ആവുന്നുണ്ട് കേട്ടോ, ലോഗിൻ ഒക്കെ. നന്നായി പോയോ? എപ്പോഴാണ് പൊട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് കോർപ്പറേറ്റ് ലൈഫില് ടെസ്റ്റേഴ്സിന്റെ അവസ്ഥ. എപ്പോ ജയിക്കുന്നതും പറയാൻ പറ്റില്ല. നിങ്ങൾക്കത് ഇപ്പോഴും എക്സ്പീരിയൻസ് കിട്ടിയത് വിചാരിച്ചാൽ മതി. ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്ക്. നന്നായി പോയി ഒറ്റടിക്ക്. ഒരെണ്ണത്തിന് മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. കംപ്ലീറ്റ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് റെസ്യൂമേ. 8 എണ്ണം പോയി, 4 എണ്ണം പോട്ടെ, സ്റ്റിൽ ഫൈൻ. പക്ഷെ മറ്റേത് ഈ പർച്ചേസിലാണ് ഇപ്പൊ പ്രശ്നം. പർച്ചേസിന് മാത്രമേ പ്രശ്നമുള്ളൂ, അത് ഫ്ലേക്കി ആയതാ, അത് കുഴപ്പമില്ല. പർച്ചേസോ? അല്ല, അതായത് നിങ്ങൾ ടെസ്റ്റ് കേസ് ഫ്ലേക്കി ആയി പോകുന്നതാണ്, അത് ഇഷ്യൂസ് ഇല്ല. ഇനി ഒരു കാര്യം ചെയ്തേ,
എഗെയിൻ നമ്മുടെ VS കോഡിലേക്ക് വാ. അത് ക്ലോസ് ചെയ്തേക്ക്. ഈ യെല്ലോ റിപ്പോർട്ട് ഒന്ന് ക്ലോസ് ചെയ്തേ. ഇനി ഞാൻ പറയുന്ന കമാൻഡ് കൊടുക്കണേ. nph salure ഇത് എല്ലാരും ചെയ്യേണ്ടതാണോന്നേ? എല്ലാരും ചെയ്തോ. അയ്യോ, ഞാൻ എന്റെ എക്സിബിഷൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ കമാൻഡ് ഇവിടെ ചാറ്റിലിട്ട് വെക്കാം. ആ പോസ് എടുത്ത് കളയട്ടെ. ചിലപ്പോ ആ പോസ് ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. കളയണ്ട അത്. എനിക്കിപ്പോ ലോഗിൻ വർക്കായി. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല കുട്ടികളാവൂ. എനിക്ക് 11 ഇടം പാസ്സായി, ഒരെണ്ണം ഫെയിലായി. സന്തോഷായില്ലേ? നല്ലതാണല്ലോ, നല്ല പ്രോഗ്രസ് ആണ്. വളരെ നല്ല പ്രോഗ്രസ് ആണ് അത്. ഓക്കെ, എന്റെ കഴിഞ്ഞു. ഞാൻ ഒരു കമാൻഡ് ചാറ്റിലിട്ടിട്ടുണ്ട്, അത് കൊടുത്തേ. ഇപ്പൊ നോക്കൂ, ഇതില് ടോട്ടലി എത്ര ടെസ്റ്റ് കേസ് പാസ്സായി, എത്ര ടെസ്റ്റ് കേസ് ഫെയിലായി, അതിന്റെ പൈ ചാർട്ട് കിട്ടി. പ്ലസ് അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിലെ സ്യൂട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്തേ. ആ ക്രോമിയോ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അതിൽ ഫെയിൽ ആയ ഒരു ടെസ്റ്റ് കേസ് എടുക്കുവോ? ഒന്ന് താഴേക്ക് വന്ന് നോക്കിക്കേ. കാർട്ടിൽ വെച്ചിട്ടാണ് ഫെയിൽ ആയിട്ടുള്ളത്. ഒരു എറർ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും അവിടെ ഈ അല്യൂ റിപ്പോർട്ടിൽ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? മറ്റേ സെയിം സംഭവം അല്ലായിരുന്നു ഇതും തന്നെ സെയിം റിപ്പോർട്ട് തന്നെ കുറച്ചും കൂടെ പിക്ചോറിയൽ റെപ്രസെന്റേഷനോടെ കുറച്ചുകൂടി പ്രസന്റബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. ഓക്കെ, മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ, അല്യൂ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോ ഇനിയിപ്പോ എനിക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ളത് കോപൈലറ്റ് അതുപോലെ തന്നെ കോഡ് ജെൻറൂൾ 2 ടോപ്പിക്സ് ആണ്. ഈ 2 ടോപ്പിക്സ് ഇപ്പൊ എടുത്താൽ 3:30 തീരൂല. ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ, നമ്മുടെ ജെൻകിൻസ് കഴിഞ്ഞു? അപ്പോ ജെൻകിൻസ് എക്സിക്യൂഷനോടെ കഴിഞ്ഞു. ഇനി സുചിത്രേന്റെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. അല്ല, അപ്പൊ ജെൻകിൻസ് ഫെയിൽ ആയത് അപ്പൊ നമ്മുടെ എന്റെ കേസിന്റെ ഇഷ്യൂ കൊണ്ട് ഫെയിൽ ആയതാണെങ്കിൽ എന്ത് ചെയ്യാ? അപ്പൊ അവിടെ എറർ എന്താന്ന് കണ്ടില്ലേ? ടെസ്റ്റ് കേസിന്റെ എറർ എന്താന്ന് കണ്ടില്ലേ? അത് ഫിക്സ് ചെയ്യാ, ഗിറ്റിലേക്ക് വീണ്ടും കോഡ് ചെക്ക് ഇൻ ചെയ്യാ. ഗിറ്റിലേക്ക് വീണ്ടും കോഡ് ചെയ്യുമ്പോ ഗിറ്റ് ഇനിറ്റ് ആഡ് തൊട്ട് ചെയ്താൽ മതി. അല്ല, അപ്പൊ ഞാൻ ചോദിക്കണത്, ഓൾറെഡി എന്റെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഫ്ലേക്കി ടെസ്റ്റ് കേസ് അല്ലേ, അത് എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കേസിൽ നമുക്കിത് അവിടെ ആസ് ഇറ്റ് ഈസ് വിടാം. അപ്പൊ അത് ഫെയിൽഡ് എന്നല്ലേ കാണിക്കത്തുള്ളൂ? ഈവൻ ആ റൺ ചെയ്യുമ്പോ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും ഫെയിൽഡ് എന്നല്ലേ കാണിക്കത്തുള്ളൂ? നമ്മൾ ഇവിടെ റൺ ചെയ്യുമ്പോൾ സെയിം അല്ലേ, ഫ്ലേക്കി ആയിട്ടല്ലേ എക്സിക്യൂട്ട് ആവുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോ ഫോർ നൗ എന്ത് ചെയ്യാം, ജെൻകിൻസിന്റെ ആ ബിൽഡിനെ അങ്ങനെ വിടാം. ഇപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയാ, ഒരേ ടെസ്റ്റ് കേസ് തന്നെയാണ് കണ്ടിന്യൂസ്ലി ഫെയിൽ ആവുന്നത്, ഒരു സ്പെസിഫിക് റീസൺ കൊണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗിറ്റ് റെപ്പോയിൽ പോയിട്ട് നമുക്കതിനെ ഫിക്സ് ചെയ്യാം. അത് നമ്മൾ ഫിക്സ് ചെയ്യുവാണെങ്കിലും നമ്മൾ ഗിറ്റ് റെപ്പോയിലല്ലല്ലോ ഫിക്സ് ചെയ്ത ശേഷം ഗിറ്റിലേക്ക് ചെക്ക് ഇൻ ചെയ്യാം, പിന്നെയും പുഷ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ റൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ക്രോൺ ജോബില് ഓട്ടോമാറ്റിക് ആയിട്ട് ബിൽഡ് ട്രിഗർ ആവും. അതായത് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത ടൈം വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ 5 PM ഉള്ള ടൈമാണ്.
അതെ. അപ്പൊ അത് ആവുന്നില്ലല്ലോ. എന്നുവെച്ചാ അങ്ങനെയാണെങ്കിൽ അത് പിന്നെയും റൺ ചെയ്യണ്ടേ? പക്ഷെ അത് പിന്നെ അത് റൺ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചേഞ്ചസ് പുഷ് ചെയ്തിട്ടുണ്ടാവണം. പുഷ് ചെയ്താൽ മാത്രമാണ് അത് റൺ ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പൊ ഒരു ചേഞ്ച് അതിലേക്ക് പുഷ് ചെയ്തു എന്ന് വിചാരിക്കുക ഓക്കെ. റെപ്പോയിലേക്ക്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 5 PM ആവുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ ഗിറ്റ് റെപ്പോയിൽ പോയി ചെക്ക് ചെയ്യും ചേഞ്ച് ഉണ്ടോന്ന്. ഓക്കെ. ചേഞ്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ അപ്പൊ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തോളും. നമ്മൾ റൺ ചെയ്യേണ്ടതാണ് മാനുവലി. അതെ. ഓക്കെ. പിന്നെ എനിക്ക് ഈ ജെൻകിൻസിനെ കുറിച്ച് ചോദിക്കാനുള്ളത്, ആക്ച്വലി അത് ആ ടൂള് നമ്മൾ യൂസ് ചെയ്യണത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാ. പക്ഷെ എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ മറ്റേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, പക്ഷെ നമ്മുടെ ക്ലയന്റ്സിന് അറിയോ ഇത് എക്സിക്യൂട്ടബിൾ ആണോ എന്ന്, അല്ലെങ്കിൽ ഇതിനെ ഒരു എന്താ പറയാ പുതിയ എൻവയോൺമെന്റിൽ കൊണ്ടുവരുമ്പോൾ വർക്ക് ചെയ്യുമോ എന്നുള്ളത് എങ്ങനെയാ ഷുവർട്ടി കിട്ടുക? അത് പക്ഷെ നമ്മൾ ജെൻകിൻസിൽ ഇട്ടാൽ എങ്ങനെയാ അതിന്റെ ഷുവർട്ടി കിട്ടുന്നത്? ബിക്കോസ് ജെൻകിൻസിൽ ജനറിക് ആയിട്ടുള്ള സെറ്റപ്പ് ആണ് എല്ലാറ്റിന്റേതും. ഓക്കെ. ജെൻകിൻസില് ഇപ്പോ നമ്മൾക്ക് അതില് ടെസ്റ്റ് ഡോട്ട് ഓൺലി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടെസ്റ്റ് കേസ് ഫെയിൽ ആവും. കാരണം എന്താന്ന് വെച്ചാൽ ജെൻകിൻസിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ 1-2 ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനല്ല. അതെ. അതായത് എൻറ്റയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെ മുഴുവൻ ഒരുമിച്ച് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ജെൻകിൻസ് അല്ലെങ്കിൽ ക്യൂബർനെറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോർമലി കേൾക്കുന്ന കുറെ ഇതുണ്ടല്ലോ, ടൂൾസ് ഉണ്ടല്ലോ, ഡോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ടൂൾസ് എല്ലാം ചെയ്ത് ഇതേ കാര്യം തന്നെയാ. അതായത് നമ്മൾക്ക് എക്സിക്യൂട്ടബിൾ ആക്കി തന്ന ശേഷം ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് അഹെഡ് കൂടെ പോവും. അതായത് ഡിപ്ലോയ്മെന്റ് എന്നൊരു ഇതിലേക്ക് കൂടെ പോവും. അതായത് നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ മാത്രമാണ്. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇന്റഗ്രേഷൻ മാത്രമാണോ? ഇന്റഗ്രേഷൻ മാത്രമാണ്. ഡിപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാല് നിങ്ങൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലായിരുന്നോ? ന്യൂ ഐറ്റം ക്ലിക്ക് ചെയ്ത സമയത്ത് പൈപ്പ് ലൈൻ ഓപ്ഷൻ കണ്ടില്ലായിരുന്നോ? പൈപ്പ് ലൈനില് നമുക്കൊരു എൻറ്റയർ സെർവറിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി കോൺഫിഗർ ആയിട്ടുള്ള സെർവറിനെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ആക്ച്വലി കമ്പനീസിൽ ചെയ്യുന്നതാണ്. ഈ ഒരു എൻറ്റയർ സെർവർ സെറ്റപ്പ് ഒക്കെ നമുക്ക് ചെയ്തു തരും. മനസ്സിലായോ? അപ്പൊ ആ ഒരു സെർവറിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജെൻകിൻസിനെ ഉപയോഗിച്ചിട്ട് തന്നെ എൻറ്റയർ ആയിട്ട് ഡിപ്ലോയ് ചെയ്യാം. മനസ്സിലായോ? ഡിപ്ലോയ് ചെയ്യാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു ഇതിനകത്തേക്ക് നമ്മളിപ്പോ എക്സിക്യൂട്ട് ചെയ്തു നോക്കി, വെരിഫൈ ചെയ്തു. എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഇട്ട് നമ്മൾ വെരിഫൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ക്ലയന്റ്സിന് ഡെലിവർ ചെയ്യണം അല്ലേ? അതെ. ക്ലയന്റ്സിന് ഡെലിവർ ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഇത് എന്താ പറയാ, കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുക. കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കാനാണ് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? അത് നമ്മൾ പൈപ്പ് ലൈനിൽ കൂടെയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ വേറെ സെപ്പറേറ്റ് ഗ്രൂവി എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഒക്കെ പഠിക്കണം. ഓക്കെ. അത് ഈസി അല്ല. അപ്പൊ ഇന്റഗ്രേഷൻ കുറച്ച് ടഫാ. ഗ്രൂവി സ്ക്രിപ്റ്റിംഗ് പഠിക്കണം. ഗ്രൂവി സ്ക്രിപ്റ്റിംഗ് പഠിച്ചിട്ട് ഗ്രൂവി സ്ക്രിപ്റ്റിംഗിൽ നമ്മൾ സെൽഫ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതണം. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിൽ അപ്ഡേറ്റ്സ് വരുത്തേണ്ടി വരാം. അത് യൂഷ്വലി ചെയ്യാ എന്താ പറയാ, ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് എന്ന് പറയും. ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക സാധാരണ. മിക്കവാറും അത് ഡെവലപ്പേഴ്സ് അല്ലേ ഇത് ഈ കോഡൊക്കെ പുഷ് ഇത് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ നമ്മളും ചെയ്യോ? ശരി. നമ്മുടെ ടെസ്റ്റ് കേസിന്റെ സംഭവം. ടെസ്റ്റ് കേസസ് എല്ലാം നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ എൻഷുർ ചെയ്യണ്ടേ? ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മാത്രം കോഡ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായോ? ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു കമ്പനിയിൽ നടക്കുന്ന പ്രോസസ് ആണ്. മനസ്സിലായി. അല്ല, അപ്പൊ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സെയിം വേറൊരു പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ ഈ ഇതിനകത്തേക്ക് ജെൻകിൻസിനകത്തേക്ക് ചെയ്യണത്? നമ്മൾ ആ സെറ്റപ്പ് ചെയ്ത് പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. എന്തോ നമ്മൾക്ക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഡിപ്ലോയ്മെന്റ്
എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഓക്കെ, അതല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇനി ഒരു ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ സെയിം സ്റ്റെപ്സ് ഇപ്പൊ അതായത് ഇന്നലെ പുതിയ ചെയ്ത ആ പ്രൊജക്ട് സെയിം ക്രിയേറ്റ് സ്റ്റെപ്സ് ചെയ്യുക, തന്നെയല്ലേ നമ്മൾ പുതിയ ചെയ്യണേ? ജോബ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഇതേ സെയിം എന്തെന്നെ കൊടുക്കാം, ബിൽഡ് സ്റ്റെപ്സ് തന്നെ കൊടുക്കാം. ഒരേ ഒരു ചേഞ്ച് വരെ നമ്മൾ കൊടുക്കുന്ന ഗിറ്റിന്റെ URL മാത്രം URL മാത്രം മാറ്റി കൊടുക്കണം. പിന്നെ ആ എക്സിക്യൂഷൻ സ്റ്റെപ്പ് മാറ്റി കൊടുക്കണം. അല്ല, അതെ സെയിം തന്നെയാ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ ഒന്ന് എൻഡ് ചെയ്തോട്ടെ. ഞാനപ്പോ എന്താ ചെയ്യണ്ടേ? സുചിത്രയ്ക്ക് ഈ വർക്ക് സ്പേസിൽ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തപ്പോ കുറച്ചെണ്ണം പാസ്സായില്ലേ? അപ്പോ സുചിത്ര നമ്മളുടെ ഗിറ്റിന്റെ കമാൻഡ്സ് ഇല്ല, ഗിറ്റ് ഇനിറ്റ്, ഗിറ്റ് ആഡ്, ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് പുഷ്, പിന്നെ ഗിറ്റ് ഒറിജിൻ ആഡ്, പുതിയ റെപ്പോസിറ്ററിയിലാണോ പുതിയ റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യാൻ. എന്നിട്ട് അതായത് ഇന്നലെ നമ്മൾ വീണ്ടും ഒരു പുതിയ നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത റെപ്പോസിറ്ററി ഇല്ലേ, അതിലേക്ക് മതിയോ? റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യാം. പ്ലേ റെഡ് ഡെമോ തന്നെ, പ്ലേ റെഡ് ഡെമോയിലേക്ക് പുഷ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗിറ്റ് ആഡ് കൊടുത്തിട്ട് ഇതാക്കി പോരെ? പുതിയ ഇതേപോലെ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ. ഗിറ്റ് ആഡ്, ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് പുഷ്, ആ കമാൻഡ്സ്. അയ്യോ, ഇതൊക്കെ കറക്റ്റ് ആണോ? അതൊക്കെ പൊക്കോട്ടെ, നമുക്ക് വരും. ഗിറ്റ് കമ്മിറ്റ് പേടിയായി കാണുമ്പോ. ഇല്ല, ഇത് പേടിക്കണ്ട, കാരണം ഇതിന് വേറെ കണക്ടിവിറ്റീസ് വേറെ ഒന്നും ഇല്ലല്ലോ, അതിനോട് കുഴപ്പമില്ല. ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ നിരഞ്ജന, നമ്മൾ പ്രോജക്റ്റിന്റെ ഡെമോ ചെയ്യുമ്പോൾ നമ്മൾ ഈ ജെൻകിൻസ് ഒക്കെ കാണിക്കണോ, അതോ ജസ്റ്റ് ഇവിടെ മാത്രം റൺ ചെയ്ത് കാണിക്കണ്ട? ഓക്കെ, ഗിറ്റും കാണിക്കണ്ട. നിങ്ങളുടെ പ്രൊജക്ട് ഫോൾഡർ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പറഞ്ഞാൽ മതി ജെൻകിൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അയ്യോ, ഓക്കെ. ഗിറ്റ് ആഡ് ഒറിജിൻ അല്ല, URL കൊടുത്തില്ല. റിമോട്ട് ഗിറ്റ് റിമോട്ട് സ്പേസ് ഇത് കൊടുക്കണായിരിക്കും അല്ലേ? അതല്ല, അത് കൊടുക്കാൻ വരട്ടെ. ഗിറ്റ് റിമോട്ട് സ്പേസ് -v. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആഡ് ഒറിജിൻ URL എന്നാ കൊടുത്തത്, URL സ്പെസിഫൈ ചെയ്യുന്നതിന് പകരം. ഓക്കെ, ആ URL എന്നാണ് ഇപ്പൊ സെറ്റ് ആയിട്ടുള്ള. കൊടുത്ത ഗിറ്റ് റിമോട്ട് സ്പേസ് -v. URL എന്നല്ലേ കിടക്കുന്നേ? കമാൻഡ് കൊടുത്ത ഗിറ്റ് റിമോട്ട് റിമൂവ് ഒറിജിൻ. ഇന്നാണോ? ഒരു വട്ടം കൂടെ ഗിറ്റ് റിമോട്ട് v കൊടുത്തേ. ഒന്നുമില്ലല്ലോ, അതിനെ ആഡ് ഒറിജിൻ കൊടുത്തു. ഗിറ്റ് പുഷ് കൊടുക്കും. പുൾ റീബേസ് ഒറിജിൻ മെയിൻ. ഓക്കെ, സക്സസ്. പുഷ് ചെയ്യണ്ടേ നീ? പുഷായി, ഇതാ. അല്ല, ഓക്കെ, റീബേസ് ആയതേ ഉള്ളൂ. നെക്സ്റ്റ് കൊടുത്തോ. പുഷ് ചെയ്യണ്ടേ? പുഷ് ചെയ്തോ. റിഫ്രഷ് ചെയ്തേ. ഓ എനിമേ, ഇനി അടുത്ത് ചെയ്യണ്ടേ ജെൻകിൻസോ? ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അല്ല, ജെൻകിൻസ് എന്റത് ചെയ്തില്ലായിരുന്നല്ലോ. ജെൻകിൻസിന്റെ URL അപ്പ് ചെയ്യാം. എങ്ങനെയാ? ജാവ സ്പേസ് -jar jenkins.var യൂസ് ചെയ്തിട്ട് cd downloads java space -jar jenkins.var.
ഫുള്ളി അപ്പ് ആൻഡ് റണ്ണിങ് വരട്ടെ കേട്ടോ. ഇത്രയും സമയം എടുക്കാറുണ്ടോ? ഇത് ഫുള്ളി അപ്പ് ആൻഡ് റണ്ണിങ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. എക്സിക്യൂട്ട് ആവുന്നുണ്ടോ? ആവട്ടെ. ജെൻകിൻസ് ഇസ് ഫുള്ളി അപ്പ് ആൻഡ് റണ്ണിങ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. ഇനി എക്സിക്യൂട്ട് ചെയ്തോ. ലോക്കൽ ഹോസ്റ്റ് കോളൻ 8080. പിന്നെ നമ്മള് ന്യൂ ഐറ്റം അല്ലേ? വേണ്ട, അത് അപ്ഗ്രേഡ് ചെയ്താൽ മതി. ജാവാസ്ക്രിപ്റ്റ് ലൈവ് ഓക്കെ കോൺഫിഗർ അല്ലേ? കോൺഫിഗർ. ബിൽഡ് സ്റ്റെപ്സ്. ഇവിടെ അല്ലേ? സോറി, യു ആർ എന്നിട്ട് പറഞ്ഞു. സേവ് ചെയ്ത് വേറെ എവിടെയല്ലോ അല്ലേ? നേരെ ഒന്നുമില്ല ചെയ്യാം. സേവ് അല്ല, അപ്ലൈ ചെയ്തില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലൈഡ് ആവും സേവ് കൊടുത്താൽ. ബിൽഡിനോ ചിലപ്പോൾ ടെസ്റ്റ് കേസ് ഫ്ലേക്കി ആവാം, അതിനോട് പ്രശ്നമില്ല കേട്ടോ. ഇതെന്താ? കൺസോൾ ഔട്ട്പുട്ട് കാണിച്ചടാ ചിത്രം. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? ഏത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു? ഉള്ളൂ. റണ്ണിങ് 12 ടെസ്റ്റ് കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ടെസ്റ്റ് ഫോൾഡർ പിക്ക് ചെയ്തു. അല്ല, ഇത് നോക്കിക്കേ. ഓക്കെ ജെൻകിൻസില് ജാവ ലൈവ്. നമ്മള് കൊടുത്ത കമാൻഡ്സ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നല്ലേ? ഞാനിപ്പോ ഇൻസ്റ്റലേഷൻ ചെയ്തപ്പം ഇനിറ്റ് വൈയും ഒക്കെ അതൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് സെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യണ്ട. നോട്ട് സെറ്റപ്പ് നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മളുടെ ടെർമിനലിൽ എക്സിക്യൂഷൻ നടക്കാനാണ് പ്രോപ്പറായിട്ട്. നമുക്ക് ഇവിടെ നോഡിന്റെ ഹെൽപ്പ് ആവശ്യമില്ല. സമയം എടുക്കാറുണ്ടോ? ചിലപ്പോൾ ലാഗ് വരാറുണ്ട് ജെൻകിൻസിൽ. നോർമലാണ്. കുറെ സ്ഥലത്ത് പേജ് ഡോട്ട് പോസ് കൊടുത്തിട്ടുണ്ടോ?
ഞാൻ കൊടുത്തിട്ടേ ഇല്ല അത്. ആ ലോഗിനിൽ കൊടുത്തത് മാത്രമേ ഉള്ളൂ. ആണോ? നോർമലി അങ്ങനെ വരാറുണ്ട്. ഫെയിലിയേഴ്സ്. ആ പർച്ചേസ് പ്രോഡക്റ്റ് തന്നെ. അപ്പൊ എന്തോ പ്രശ്നം ഉണ്ടല്ലേ അവിടെ പർച്ചേസ് അതിലെന്തോ ഒരു പ്രോഡക്റ്റ്. ഇഷ്യൂ ഉണ്ട്. അതിന്റെ ടെസ്റ്റ് കേസിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ കാണിക്കുന്ന വെയിറ്റ് ഫോർ ടൈം ഔട്ടിനാ. സെയിം എക്സീഡ്സ് 3 കുറെ നേരം വെയിറ്റ് ചെയ്തതാ. ഈ സെയിം തന്നെ എനിക്ക് എല്ലായിടത്തും മൾട്ടിപ്പിൾ ടൈംസ്, അതായത് ഒരു ടെസ്റ്റ് കേസിൽ 2 തവണയിൽ കൂടുതൽ വെയിറ്റ് ഫോർ ടൈം ഔട്ട് കൊടുക്കാതിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ പ്ലേസ് ഓർഡറിന് മുൻപും കൊടുത്തു, അതിന് ശേഷവും കൊടുത്തു. അങ്ങനെ കൊടുക്കാതെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ലോക്കലില് വർക്ക് സ്പേസിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഇനിയിപ്പോ ഈ ജെൻകിൻസിലൊന്നും ചെയ്യാൻ നിൽക്കണ്ടല്ലോ. വേണ്ട വേണ്ട, ജെൻകിൻസിൽ അത്ര വെച്ചാൽ മതി, കുഴപ്പമില്ല. പാസ്സായി കഴിഞ്ഞാൽ ആ ക്രോസിന് പകരം ഒരു ഗ്രീൻ കളർ ടിക്ക് മാർക്ക് വരും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഈ എറേഴ്സ് ഉണ്ടല്ലോ, ഈ എറേഴ്സ് ഉണ്ടെങ്കിൽ തോന്നുന്നത് കൂടുതൽ വെയിറ്റ് ഫോർ ടൈം ഔട്ട് കൊടുത്തോണ്ടുള്ള ഇഷ്യൂ ആണെന്നാണത്. എക്സസ് ആയിട്ട് വെയിറ്റ് ഫോർ ടൈം ഔട്ട് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ ടൈം വെയിറ്റ് ചെയ്യും. അപ്പൊ പ്ലെയർ ആയിട്ടിന്റെ മാക്സിമം എക്സിക്യൂഷൻ ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഫെയിലിയർ ആവും. ഇത്രയൊന്നും വെയിറ്റ് ഫോർ ടൈം ഔട്ട് കൊടുക്കരുതേ. ഇതില് സ്ക്രിപ്റ്റിന്റെ കോഡിനെക്കാട്ടിലുള്ളത് വെയിറ്റ് ഫോർ ടൈം ഔട്ടാ. കുറച്ച് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ആയിട്ട് പക്ഷെ നല്ല പതുക്കെ എക്സിക്യൂട്ട് ആയിരിക്കും അല്ലേ? അതെ, എല്ലാം ഒന്ന് കണ്ടുപോവാന്ന് വിചാരിച്ചു. അപ്പൊ അതാ പറ്റുന്നത്. അതായത് ഇതിനെ 12 സെക്കൻഡ്സിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് പ്ലേ റൈറ്റിന്. ആ കണ്ടീഷൻ ഫെയിൽ ആവുമല്ലേ? അതാണ് പ്രശ്നം. അപ്പൊ അത് മാറ്റിയിട്ട്, അതായത് ഇത്ര എക്സസ് ആയിട്ടുള്ള വെയിറ്റ് ഫോർ ടൈം ഔട്ട് ഒന്ന് കുറച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ട്രൈ ചെയ്തോ. ഓക്കെ, ഞാൻ സെഷൻ എൻഡ് ചെയ്യട്ടെ. ശരി. താങ്ക് യു. ഓക്കെ, താങ്ക് യു, ബൈ.